നമ്മളേറ്റവും നമ്മളെ ജീവിതത്തിൽ ക്ലോസായിട്ട് നമുക്ക് ഏറ്റവും ക്ലോസായിട്ട് തോന്നുന്ന ആൾക്കാരാരാണെന്ന് ചോദിച്ചാൽ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? അതുപോലെ നമ്മളെ ജീവിതത്തിൽ പല വസ്തുക്കളുണ്ട്. അതിലേറ്റവും കൂടുതൽ നമുക്ക് ക്ലോസായി നിൽക്കേണ്ട സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ സോളിഡാണ്. കാരണം നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ വരുന്ന വസ്തുക്കളൊക്കെ സോളിഡ് സബ്സ്റ്റൻസാണ്. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസിനെ പറ്റി പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. അപ്പം ഈ സോളിഡിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോളിഡിൻ്റെ സബ്സ്റ്റൻസിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എങ്ങനെ മാറുന്നു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ആവശ്യമായ ഒരുപാട് വസ്തുക്കൾ, പുതിയ പുതിയ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇപ്പോൾ പുതിയ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എം ആർ ഐ സ്കാൻ്റെ തലയുടെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് MRI സ്കാൻ. അപ്പോൾ MRI സ്കാനിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ MRI സ്കാൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിൽ ആ മെഷീൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ താഴ്ന്ന ടെമ്പറേച്ചർ നമ്മളെങ്ങനെ അച്ചീവ് ചെയ്തു എന്ന് ചോദിച്ചാൽ സൂപ്പർ കണ്ടക്ടേഴ്സ് വഴിയാണ്, അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ അതിന് ലോ ടെമ്പറേച്ചർ ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സൂപ്പർ കണ്ടക്ടേഴ്സ് ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കും. അപ്പോൾ ഈ സോളിഡ് മെറ്റീരിയൽസിൻ്റെ സ്വഭാവത്തെ പറ്റി പഠിക്കണം. അതുപോലെ ലോ ടെമ്പറേച്ചറിലുള്ള ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ കൂടുതലുണ്ടാവുക, അത് ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് തന്നെ റീറ്റെയിൻ ചെയ്യാം. അതുപോലെ നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനെ റീപ്ലേസ് ചെയ്യാൻ ഈ പാക്കേജിങ് രംഗത്ത് മറ്റൊരു സാധനമില്ല. അപ്പം പാക്കേജിങ് രംഗത്ത് നമ്മൾ ബയോ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ നമ്മളെ വലിയ പ്രശ്നങ്ങളൊക്കെ സോൾട്ട് ഔട്ട് ചെയ്യും. അതുപോലെ നമ്മളെ ശരീരത്തിൽ മെഡിക്കൽ ഫീൽഡിൽ കുറേ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർട്ട്, പേസ് മേക്കർ എന്നാണ് പറയുക അതിന്. അതുപോലെ പല എല്ലിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിലെ വസ്തുക്കളോട് ഒത്തുപോകുന്ന സാധനമായിരിക്കും. അതിന് പറയുക ബയോ കംപ്ലൈൻറ്റ് സോളിഡ് എന്നാണ്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം, സോളിഡ് സ്ട്രക്ചറിനെ പറ്റിയും ആ സോളിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെ സോളിഡിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 2-3 ഫേസാണ് നോർമലി, അതായത് നമ്മൾ ഭൂമിയിൽ നിലനിൽക്കുന്ന ടെമ്പറേച്ചറിലും പ്രഷറിലും ഉള്ള 3 സാധനങ്ങളാണുള്ളത്. ഒന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3-ൽ 2 നമ്മൾ ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദി പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ഗ്യാസ് ഓർ ദി ലിക്വിഡ്സ് ആർ ഫ്രീ ടു മൂവ്. അവർക്ക് ചലനശേഷിയുണ്ട്. അതേ സ്ഥാനത്ത് സോളിഡിനെ സംബന്ധിച്ചിടത്തോളം ദേ ഓക്യുപ്പൈ ഇൻ ഫിക്സ്ഡ് പൊസിഷൻ. അവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ബട്ട് ദേ ക്യാൻ ഓൺലി ഓസിലേറ്റ്. നമ്മളിങ്ങനെ ഒരു 5 ആൾ ഒരു ബെഞ്ചുമേലിരുന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഒരു അവസ്ഥയാണ് സോളിഡിന്. പക്ഷേ അവരുടെ കൈയൊക്കെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനൊക്കെ കഴിയും. അതിനാണ് നമ്മൾ പറയുക ദേ ക്യാൻ ഓസിലേറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനൊക്കെ പറ്റും, ബട്ട് ദേ റീറ്റെയിൻ എ പൊസിഷൻ. അപ്പം ഒരു വലിയൊരു കാര്യം ഈ റിജിഡിറ്റി ഇൻ സോളിഡ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ സോളിഡിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇൻ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെഗുലാർ മോഡ്. പിന്നെ ഈ സോളിഡ് ഒരു സബ്സ്റ്റൻസ് അതിന് ഏറ്റവും സ്റ്റേബിളായി തോന്നുന്ന ഒരു ഫേസിനെയാണ് സ്വീകരിക്കുക. അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അപ്പോൾ ഒരു സബ്സ്റ്റൻസ്
ഏത് ഫേസിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേബിൾ പൊസിഷനിലാണ് എന്ന് തീരുമാനിക്കുന്നത് രണ്ട് ഒപ്പോസിങ് ഫോഴ്സാണ്. ഒന്ന് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ദേ മേക്ക് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ സബ്സ്റ്റൻസ് സ്റ്റേ ക്ലോസ് ടു ഈച്ച് അതർ. എത്രത്തോളം ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുന്നോ അത്രത്തോളം അവരടുത്ത് ക്ലോസ് ആയിട്ട് കഴിയും. ഇനി അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വേറൊരു ഫോഴ്സാണ് എന്താണെന്ന് വെച്ചാൽ തെർമൽ എനർജി. തെർമൽ എനർജി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇറ്റ് ഓൾവേസ് ടെൻഡ് ടു കീപ് ദം അപ്പാർട്ട്. അപ്പം രണ്ടാൾ ഫൈറ്റ് ചെയ്യാണ്, തെർമൽ എനർജിയും ഇൻറ്റേർണൽ മോളിക്കുലാർ ഫോഴ്സും. തെർമൽ എനർജിയാണ് കൂടുതലെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു മൂവ്, ഫ്രീ ടു മൂവ്. അപ്പം ലിക്വിഡിലോ ഗ്യാസിലോ ആയിരിക്കും. അല്ലെങ്കിൽ അത് കുറവാണെന്നുണ്ടെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ ഗ്യാസ് സബ്സ്റ്റൻസിൽ നിന്നും ലിക്വിഡ് സബ്സ്റ്റൻസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് നോക്കിയാൽ, ഒന്ന് ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആർ വെരി ഷോർട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ വെരി സ്ട്രോങ്. ദെയർ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ, അത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം, ഹാവ് ഫിക്സ്ഡ് പൊസിഷൻസ് ആൻഡ് ക്യാൻ ഓൺലി ഓൺസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻസ്. ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. കാരണം ഈ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ വോളിയൊക്കെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവുക പാർട്ടിക്കിളാണ്, വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതിൻ്റെ ഇടയിൽ എംറ്റി സ്പേസ് കുറവാണ്. അതേ സ്ഥാനത്ത് ലിക്വിഡിനും ഗ്യാസിനും ഒരുപാട് എംറ്റി സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കംപ്രസിബിലിറ്റി പോസിബിളാണ്. ഇനി ഈ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സോളിഡ് സബ്സ്റ്റൻസ് രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് on the basis of nature of the order present in the arrangement of the constituent particles. അതായത് ഈ സോളിഡ് സ്റ്റേറ്റിനുള്ളിലുള്ള പാർട്ടിക്കിൾസ് ഏത് തരം ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്നും പറയും, അമോർഫസ് സബ്സ്റ്റൻസ് എന്നും പറയും. അപ്പം എന്തായാലും ഈ അമോർഫസ് ആയാലും സോളിഡ് ആയാലും പാർട്ടിക്കിൾസ് എന്തൊക്കെയാവാന്ന് വെച്ചാൽ ആറ്റംസ് ആവാം. ഇപ്പം നമ്മളൊരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് എന്ന് പറയുമ്പോൾ അയൺ ആണ്. സോ ഇറ്റ് കുഡ് ബി ആറ്റംസ്. അതിന് ഉദാഹരണം പൊളോണിയം, സോഡിയം, ഗോൾഡ്, കാർബൺ ഒക്കെ ഉണ്ട്, ഗ്രാഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇനി മോണോ ആറ്റോമിക് അയോൺസ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ചിലപ്പം അയോൺസ് ആവാം, ഒറ്റ മോണോ ആറ്റോമിക് അയോൺസ് ഉള്ളതുണ്ടാവും. സോഡിയം അയോൺ, ക്ലോറൈഡ് അയോൺ. ഇനി പോളി ആറ്റോമിക് അയോൺസ്, ഉദാഹരണത്തിന് അമോണിയം അയോൺ, കാർബണേറ്റ് അയോൺ. അപ്പോൾ അമോണിയം കാർബണേറ്റ് എന്ന് പറയുന്ന സാധനം ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുക അമോണിയം അയോണും കാർബണേറ്റ് അയോണാണ്. ചിലപ്പോൾ മോളിക്യൂൾസ് ഉണ്ടാവാം. ഇപ്പം നമ്മൾ എന്താ പറയുക, അയോഡിൻ്റെ ഈ പറയുന്ന ഉരുണ്ട കട്ടകളുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അയഡിനാണ് അതിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രണ്ട് തരം സോളിഡ് ഉണ്ട്. ഒന്ന് അമോർഫസ് ആണ്, മറ്റേത് ക്രിസ്റ്റലൈൻ ആണ്. അപ്പോൾ അമോർഫസ് സോളിഡ് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. അതിൽ ചിലപ്പോൾ അഥവാ ഓർഡർ ഉണ്ടെങ്കിൽ തന്നെ ഇത് ചെറിയൊരു സ്ഥലത്തേക്ക് മാത്രം ചുരുങ്ങിയിട്ടാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആ റെഗുലാറായിട്ടുള്ള പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് പാറ്റേൺ ഈ അമോർഫസ് സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സ്ഥലത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. ഇനി ഈ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലത്തേക്ക് മാത്രമാണെന്നുള്ളത് ആ ചെറിയ സ്ഥലങ്ങൾ ഇങ്ങനെ അങ്ങും ഇങ്ങും ഒരു ഓർഡറൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്കാറ്ററായിട്ട് കിടക്കും. അതേ സ്ഥാനത്ത് സോളിഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേ ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്, അത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയൺ ആവാം, ഈസ് ഇൻ എൻ ഓർഡർ. ഇറ്റ് ഹാസ് ലോങ് റേഞ്ച് ഓർഡർ. എന്ന് പറഞ്ഞാൽ ദർ ഈസ് റെഗുലാർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഈ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ഒരു റെഗുലാർ പാറ്റേൺ ഉണ്ട്. അത് മാത്രമല്ല, വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് പീരിയോഡിക്കലി ഓവർ ദ എൻറ്റയർ ക്രിസ്റ്റൽ. ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്ന സാധനം
യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ ചെറിയ ക്രിസ്റ്റലുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു വലിയ ക്രിസ്റ്റൽ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ നമ്മൾ കയ്യിലെടുത്താൽ ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളു മുഴുവനും ഒരേ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ലെറ്റ് us see what are the difference between the amorphous substance and crystal substance. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ലോങ് റേഞ്ച് പൊസിഷണൽ ഓർഡർ. ക്രിസ്റ്റൽസിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് മെൽറ്റിംഗ് പോയിൻ്റ്. ഈ ഒരു ക്രിസ്റ്റൽ സബ്സ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ചൂടാക്കിയാൽ 78 ഡിഗ്രി സെൽഷ്യസ്, ആ പറയുന്ന കറക്റ്റ് 78 ഡിഗ്രി സെൽഷ്യസിൽ മൈക്രോ ലെവലും കൂടി നോക്കുക, 78.1 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ കൃത്യമായിട്ടൊരു മെൽറ്റിംഗ് പോയിൻ്റ് കിട്ടും. അതേ സ്ഥാനത്ത് ഒരു അമോർഫസ് സബ്സ്റ്റൻസ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് 75 to 80 ഒരു 5 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിനൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവില്ല, ഒരു മെൽറ്റിംഗ് പോയിൻ്റ് റേഞ്ചാണ് ഉണ്ടാവുക. ഇനി ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഐസോട്രോപ്പിക് ആണ്. ഏതിൽ? അമോർഫസ് സബ്സ്റ്റൻസിൽ. എന്താണ് ഐസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി, ഇപ്പം ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ക്രിസ്റ്റലിന് അളന്നാൽ അത് ക്രിസ്റ്റലിൻ്റെ ഒരു സ്ഥലത്ത് വേറെ ആയിരിക്കും, വേറൊരു സ്ഥലത്ത് ആ കിട്ടിയ വാല്യൂ ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അതേ സ്ഥാനത്ത് അമോർഫസ് സബ്സ്റ്റൻസിന് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ വാല്യൂ ആയിരിക്കും ആ പ്രോപ്പർട്ടിക്ക്. നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് പ്ലാനറാണ്. നമ്മളിങ്ങനെ ഒരു ക്രിസ്റ്റൽ സബ്സ്റ്റൻസ് കയ്യിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടും പൊളിയൊക്കെ ഉണ്ടാവും. ആ പൊട്ടുള്ള ഭാഗത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനറായിട്ടുള്ള ഒരു അപ്പിയറൻസ് കാണാം. പിന്നെ ജോമെട്രിക് ഷേപ്പ് ഓഫ് ഡിഫറെൻറ്റ് പീസസ് ഓഫ് ദ സെയിം സോളിഡ്. ഒരേ സാധനത്തിൻ്റെ ജോമെട്രിക് ഷേപ്പ് എടുത്താൽ അമോർഫസിന് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ചായ പിടിക്കുന്നു അങ്ങനെ ഒരു ഷേപ്പൊന്നും ഇല്ലല്ലോ. അതേ സ്ഥാനത്ത് പഞ്ചസാര എടുത്താലോ അതിന് എല്ലാത്തിനും ഒരേ ഷേപ്പായിരിക്കും. പിന്നെ എക്സാമ്പിൾ ഗ്ലാസ്, റബ്ബർ, വുഡ്, അമോർഫസ് സിലിക്കൺ, ക്വാർട്സ് ഗ്ലാസ്, ഇതൊക്കെ അമോർഫസിന് എക്സാമ്പിളാണ്. പിന്നെ സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, ഗോൾഡ്, അയഡിൻ, ക്വാർട്സ്, ഇതൊക്കെ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. ഈ രണ്ട് സ്ട്രക്ചർ കണ്ടില്ലേ? ഇത് ആദ്യത്തെ ക്വാർട്സ് ആണ്. ക്വാർട്സ് ഈസ് എ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. രണ്ടാമത്തത് ക്വാർട്സ് ഗ്ലാസ് ആണ്. ഇറ്റ് ഈസ് എൻ അമോർഫസ് സബ്സ്റ്റൻസ്. ഇതിൽ രണ്ടിലും വ്യത്യാസം കാണാം. ഇതിൽ ക്വാർട്സ് ഗ്ലാസ്സിൽ പിന്നെ റെഗുലാരിറ്റി ഉണ്ടോ, ഈ ഒരു എന്താ റെഗുലാർ ഓർഡർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് അവിടെ ഇവിടെയായിട്ട് കിടക്കും. അതേ സ്ഥാനത്ത് നമ്മൾ ക്വാർട്സിൽ നോക്കിയാൽ എല്ലായിടത്തും ഒരേപോലെയുള്ള ലോങ് റേഞ്ച് ഓർഡർ എന്നാണ് അതിന് പറയുക. എന്താ എന്ന് വെച്ചാൽ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് പീരിയോഡിക്കലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. പീരിയോഡിക്കലി എന്ന് പറയുന്നത് അതോടെ ഹെക്സഗണൽ സ്ട്രക്ചർ അല്ലേ, അങ്ങനെയല്ലേ അത് മാറി വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് അനിസോട്രോപ്പി? അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. എന്താണ് അനിസോട്രോപ്പി എന്ന് വെച്ചാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനിസോട്രോപ്പിക് ഇൻ നേച്ചർ. ദാറ്റ് ഈസ് some of the physical properties like electrical resistance or refractive index show different values when measured along different directions in the crystal. എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസിൽ നോക്കിയാൽ ക്രിസ്റ്റൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് ആ വാല്യൂ ആയിരിക്കണം എന്നില്ല വൈ ആക്സിസിൽ നോക്കുമ്പോൾ. ദിസ് അറൈസസ് ഫ്രം ദ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അത് നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എ ബി എന്ന് പറയുന്നത് ഡയറക്ഷനിൽ നോക്കിയാൽ അവിടെ വെറും ഒരു പാർട്ടിക്കിൾ മാത്രമേ കാണൂ, എന്താ പറയുക, ഒരു പച്ച കളറിലുള്ള പാർട്ടിക്കിൾസ് മാത്രം. അതേ സ്ഥാനത്ത് നമ്മൾ സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിൽ നോക്കിയാൽ പച്ചയും ചുവപ്പും മിക്സ് ചെയ്തതാണ്. അപ്പം സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കണമെന്നില്ല എ ബി എന്ന് പറയുന്ന ഡയറക്ഷനിൽ. സോ anisotropy is important. Since the arrangement of the particle is different along different directions, the values of same physical property is found to be different along each direction.